എന്താ റൂട്ടാപ്പി? ഇന്നലെ 3-ാം വളവിൽ ഒരാളും കൂടി മരിച്ചു. ഓ, ബൈക്ക് തന്നെയായിരുന്നു. അതെ. ഓ, അപ്പോൾ 3-ാം വളവിലെ 4-ാമത്തെ മരണം. ഇപ്പം മരിച്ചത് ചെറുപ്പക്കാരാണോടാ? ആ അതെ, ഒരു 25 വയസ്സ് കാണും. ഞാൻ പോട്ടെ, അവിടെ പോലീസുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ 4 മരണവും ഒരുപോലെ തന്നെ. കടുപ്പം പോരാ. ഇത് സംഗതി ശരിയാവില്ല. അവിടെ പ്രേതമുണ്ട്. ഗതി കിട്ടാത്ത 2 ആത്മാക്കൾ അവിടെയുണ്ട്. ഒന്ന് പോ ചേട്ടാ, ഈ മൊബൈൽ യുഗത്തിലാണോ പ്രേതം? അവിടെ പ്രേതമില്ല, ഒരു കോപമില്ല. പിന്നെങ്ങനെ ഈ 4 മരണവും ഒരുപോലെ വന്നു? രാത്രി ചെറുപ്പക്കാരെ അപകടത്തിൽപ്പെടുന്നത് അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്ത്? കേരളം ലഹരി മാഫിയയുടെ പിടിയിലാണ്. പറഞ്ഞ ആളോട് ഹിന്ദി ഇത് ഞാൻ എങ്ങനെ വായിക്കാനാ? എടോ, തനിക്ക് വല്ല മലയാള പത്രം വരുത്തിക്കോറോ? മലയാള പത്രം വരുത്തിയിട്ട് ഇപ്പോൾ ആരും വായിക്കാനാ? ഒരാൾക്കും വേണ്ട. ഹിന്ദി പത്രം ഉണ്ടാവുകൊണ്ട് ഭായിമാർ 2 ചായ അധികം കുടിക്കും. ബെസ്റ്റ്. പിന്നെ ഹിന്ദി പത്രത്തിൽ പേജ് കൂടുതലാ, ഉണ്ടമ്പൂര് പൊയിഞ്ഞു കൊടുക്കാലോ. മലയാള ഭാഷയുടെ പതനം. ഹൈ, ഇതെന്താ കട നേരത്തെ അടച്ചോ? ആ, എന്തായി 3-ാം വളവിൽ പോലീസ് വന്നിട്ട്? ഓ, അത് പതിപോലെ തന്നെ. അശ്രദ്ധമായി വാഹനം ഓടിച്ച അപകട മരണം. ഫയല് ക്ലോസ് ചെയ്തു. ഇനി അവരന്വേഷിക്കൊന്നുമില്ല. ഇത് അന്വേഷിച്ചാ കിട്ടൂലല്ലോ. അതെന്ത്? പ്രേതത്തെ പിടിക്കാൻ പോലീസിന് പറ്റുമോ? പ്രേതം മണ്ണാങ്കട്ട കുറെ രാത്രി ആയാലും പെട്ടുള്ളതാ. എന്നിട്ട് എനിക്ക് എന്തിനും പറ്റുമോ? എങ്കിൽ നമുക്കിന്ന് പാതിരയ്ക്ക് അതിലൊന്ന് പോയാലോ? ഏയ്, ഞാനില്ല. വെറുതെ ഡയലോഗ് അടിക്കാൻ കൊള്ളാം. മര്യാദക്ക് ഒരച്ച് കേടു. ശമ്പളം വാങ്ങണല്ലേ? എന്തൊക്കെയാണ് സ്കൂളിൽ വിശേഷങ്ങള്? പഠിപ്പൊക്കെ നന്നായി നടക്കണ്ടാ? അതില്ലച്ചാ, എന്റെ ക്ലാസ്സിൽ പഠിക്കണ ആരാധിയില്ലേ, ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളെ എന്തോ ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നറിയോ? എന്നച്ഛൻ്റെ ബർത്ത്ഡേ. അതിനൊക്കെ ഇനി സമയമുണ്ട് മോളെ. ഓ, എനിക്കൊരു മിഠായി വാങ്ങിച്ചു തന്നാ മതി. ചേട്ടാ, ചായ ഇല്ലേ? ഒരു ചായ. ആ ഫാനൊന്നുടോ. എന്താ ചായ? ചേട്ടാ, ഇവിടെ ഒരു 3-4 ദിവസത്തേക്ക് റൂം കിട്ടോ? റൂം നിങ്ങൾ എവിടുന്ന? ഞാനൊരു പോലീസുകാരനാ, പക്ഷെ ഇപ്പോൾ സസ്പെൻഷനല്ല. ആണോ? റൂം ശരിയാക്കാം. ഇവിടെ ആരെ കാണാനാ? ഇവിടെ 3-ാം വളവ് എവിടെയാ? അത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ. അവിടെ എന്തെങ്കിലും ഒരാൾ മരിച്ചല്ലേ? ആകെ 4 പേരായി സാറേ. അവിടെ ശരിയല്ല, എന്തോ ഒരു നിഗൂഢതയുണ്ട് അവിടെ. വേട്ടാ, എന്തായാലും സസ്പെൻഷൻ കൊടുത്ത ആൾ കാണും. ഞാനിവിടെയൊക്കെ തന്നെ കാണും. നിഗൂഢത എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ആ, സസ്പെൻഷൻ ആണെങ്കിലും ഒടുവിൽ അന്വേഷിക്കാൻ ഒരാൾ വന്നല്ലോ. സസ്പെൻഷൻ തീരുമ്പോ പുള്ളിയും പോവും. ആ, ഇന്നെത്തി സാർ. പിന്നെ സാർ, ഞാനിന്ന് രാത്രി 3-ാം വളവ് എല്ലാ സ്ഥലത്തേക്ക് പോവാണ്. അറിയാം സാർ. തീർച്ചയായും സാർ. താങ്ക് യു. ബൈ. എന്താ? ഭാസ്കരേട്ടാ, ബൈക്ക് അപകടങ്ങൾക്ക് മുമ്പ് അവിടെ വേറെ എന്തെങ്കിലും അപകടം നടന്നിട്ടുണ്ടോ? സാറേ, എനിക്ക് ചിലത് പറയാനുണ്ട്.
വാ. 1 വർഷം മുമ്പ് ആ ഭാഗത്ത് ഒരാൾ മരിച്ചിരുന്നു സാറേ. അതെങ്ങനെയായിരുന്നു? ഏതോ വണ്ടി ഇടിച്ചതാണെന്നും പന്നി ആക്രമിച്ചതാണെന്നും 2 അഭിപ്രായമുണ്ട്. അയാളുടെ ബോഡി കണ്ടപ്പോൾ ഭാസ്കരേട്ടനെന്താ തോന്നിയത്? അവിടെയുള്ളൊരു കമ്പിയിൽ ദേഹം കൊളുത്തി രക്തം വാർന്ന ആൾ മരിച്ചത്. ആരായിരുന്നു അന്ന് അവിടെ കൊല്ലപ്പെട്ടത്? അത് ഷാജി. ആരോടും വലിയ അടുപ്പമൊന്നുമില്ലാതെ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. 3-ാം വളവിന് സമീപത്ത് ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. അവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സാറേ. അവർ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായിരുന്നു. അയാൾ മരിച്ചെന്ന് രാത്രി ആ സ്ത്രീയും രക്തം വാർന്ന് മരിച്ചു. അപ്പോൾ 2 മരണം. അതാണ് സാറേ ഞാൻ പറയുന്നത്, അവിടെ പ്രേതമുണ്ട്. പിന്നെ മരിച്ച ഷാജി കടയിൽ വരാറുള്ള സതീഷിൻ്റെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും. അവർ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. സാറേ ഈ കേസ് തെളിയിക്കണം സാറേ. ഹലോ സുദർശൻ സാറേ, ഞാനാ സതീഷ്. എടോ റോയ്, താൻ എവിടെയാ? എന്താ സുദർശൻ സാറേ പതിവില്ലാതെ? താൻ പഴയ 3-ാം വളവ് കേസ് കുത്തിപ്പോക്കാന്ന് കേട്ടു. അത് ഞാൻ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസാണ്. ഇനി താനായിട്ട് കുത്തിപ്പോക്കാൻ നിൽക്കണ്ടോ? ഞാനിപ്പോൾ സസ്പെൻഷനിലല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് എൻ്റെ മാത്രം കാര്യമാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇടേണ്ട കാര്യമില്ല. സസ്പെൻഷൻ കഴിഞ്ഞ് താൻ അങ്ങോട്ട് വരുന്നത് ശരിയാക്കി തരാടോ. ഓ, എന്തിനായിരുന്നു സസ്പെൻഷനുള്ളത് എനിക്കറിയാലോ. അതൊരെണ്ണം കൂടി വാങ്ങുന്നതിൽ എനിക്ക് മടിയില്ല. കിട്ടിയത് പോരാ, ഷോ കാണിക്കാൻ ഒരു അവതാരങ്ങൾ അറിയുള്ളൂ. എന്തായി എൻ്റെ 3-ാം വളവ് കേസ്? 3-ാം വളവിലെ 4 മരണത്തിനും ഒരു യൂണിക് സ്റ്റൈലുണ്ട്. മരിച്ച 4 പേരും 25-26 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ്. 4 പേരുടെയും ബൈക്ക് ഒരേ ഐറ്റം തന്നെയാണ്. 4 പേരും കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി 12 മണിക്കും 12:30ക്കും ഇടയിലുള്ള സമയത്താണ്. അതേസമയം 12നും 12:30ക്കും ഇടയിൽ വേറെ പ്രായക്കാർ, വേറെ ബൈക്കുകളിൽ യാത്ര ചെയ്തവർ, അവർക്കൊന്നും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതായത് 4 മരണത്തിനും ഒരു യൂണിക് സ്റ്റൈലുണ്ട്. ഒരേ പ്രായക്കാർ, ഒരേ ബൈക്ക്, ഒരേ ടൈം. സീരിയൽ കില്ലിംഗ് അല്ലേ? യെസ്, സംതിങ് ലൈക്ക് ദാറ്റ്. സീരിയൽ കില്ലിംഗ്. 25നും 26നും ഇടയിൽ പ്രായമുള്ള ഒരേ ബൈക്ക് ഉപയോഗിക്കുന്നവർ. എന്താ നിൻ്റെ പ്ലാൻ? ഈ കേസ് മുമ്പ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തെളിവുകൾ ഒരുപാട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒന്ന് തുടങ്ങി നോക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. റോയ്, സൂക്ഷിക്കണം, അപകടങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. റിസ്ക് ആണെന്നറിയാം. ഒരു ജീവൻ ബലി കൊടുത്താലും ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശരി സാർ. ഹലോ. ഹലോ റോയ് സാർ, ഞാൻ നിമ്മിയാണ്. ആ നിമ്മി, ഈ നമ്പർ എന്താ പുതിയ നമ്പറാ? അതെ സാറ് 3-ാം വളവ് കേസിന്റെ പുറകെയാന്ന് കേട്ടു. ആ സസ്പെൻഷനിലല്ലേ, ഒരു ടൈം പാസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ആ കേസ് ഒന്ന് വഴിതിരിച്ചു വിട്ടതാ. ആ കേസ് താനും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ആ കേസിനെ സഹായിക്കുന്ന ചില നിർണായക തെളിവുകൾ ആ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. ഓ, എന്താണത്? താങ്ക് യു നിമ്മി. ഓക്കെ ബൈ സർ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ വിളിക്കാം. കൊല്ലപ്പെട്ടയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ കമ്പി ഒരു തെളിവായി എടുക്കാതെ സുദർശൻ സാർ അത് അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. അത് തൊട്ടടുത്തുള്ള പറമ്പിലേക്കാണ് ആരും കാണാതെ കളഞ്ഞത്. സംശയിക്കപ്പെടുന്ന രീതിയിൽ ഒരു നമ്പർ പ്ലേറ്റും അവിടെ നിന്ന് കിട്ടി. ഞാനത് സുദർശൻ സാറിനെ കാണിച്ചപ്പോൾ ആരും കാണാതെ അത് മാറ്റുകയായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ആ നമ്പർ പ്ലേറ്റ് അവിടെ നിന്ന് കണ്ടെത്താനായാൽ ഈ അന്വേഷണത്തിൽ സാറിനത് തീർച്ചയായിട്ടും സഹായിക്കും.
ആ ബിജു, എനിക്ക് 3-ാം വളവിൽ ആക്സിഡൻ്റായിട്ട് മരിച്ചവരുടെ വാഹനങ്ങളുടെ RC ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്യാമോ? അർജൻറ്റാണ്. ശരി സാർ. ആ പിന്നെ ബിജു, ഞാനൊരു വണ്ടി നമ്പർ പറഞ്ഞുതരാം. എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണം. വണ്ടി നമ്പർ KL 64J 8059. ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് പെട്ടെന്ന് എനിക്കൊന്ന് അയച്ചു തരണം. ഓക്കെ സാർ. അപ്പോൾ ശരി സാർ, എന്നാൽ തിരിച്ചു കാണേ. ആ ബിജു പറയൂ. സാറേ, വണ്ടി നമ്പർ ചെക്ക് ചെയ്തായിരുന്നു. ആ എന്നിട്ട് ആളുടെ പേര്. താങ്ക് യു ബിജു. ഇതാണോ സൂരജിൻ്റെ വീട്? അതെ. ആരാ? ഞാൻ ഈ നമ്പർ പ്ലേറ്റ് തരാൻ വന്നതാ. ഇത് നിങ്ങളുടെ അല്ലേ? സാറേ, കഴിഞ്ഞ 1 വർഷമായി എൻ്റെ മോൻ ആ റൂമിൽ ഒറ്റ ഇരിപ്പാ. ഓ, ഒരാളോടും മിണ്ടണില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഈ ബൈക്ക് ഒരിക്കലും ആക്സിഡൻ്റ് ആയി. അന്ന് മുതൽ അവൻ ഇങ്ങനെയാ. ഞാൻ നോക്കട്ടെ. ഒന്നും കത്തണില്ല. ബൾബൊന്നും കത്തില്ല സാറേ. പുതിയ ബൾബ് ഇട്ട അപ്പം അവൻ എറിഞ്ഞു പൊട്ടിക്കും. ഓ, ഞാൻ അവനായിട്ടൊന്ന് തനിച്ച് സംസാരിക്കട്ടെ. അമ്മ പൊക്കോളൂ. ശരി. സൂരജ്, ഞാൻ റോയ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ സൂരജ്. എന്നും ഇങ്ങനെ ഇരുട്ടിക്കഴിഞ്ഞാൽ മതിയോ? പറ സൂരജ്, എന്താ നിൻ്റെ പ്രശ്നം? സൂരജ്, നിൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എനിക്ക് 3-ാം വളവ് വന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. അവിടെ സൂരജിൻ്റെ വണ്ടി ഒരാൾ ഇടിച്ചിട്ടു അല്ലേ? എനിക്ക് ചിലതൊക്കെ അറിയാം, ബാക്കി നീ പറയും. നീ ഒരാളെ കൊന്നു അല്ലേ? ഞാൻ ഒരാളെ കൊന്നു. എന്നിട്ട് നീ ആ കൊലപാതകം മറച്ചു വച്ചല്ലേ? അതെ, പറ്റിപ്പോയി. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, പേടിച്ചിട്ടാ. ആ മുഖം. രാത്രിയിൽ ഒരാളെ വണ്ടി ഇടിച്ചു കൊന്നിട്ട് കിടന്ന് കരയുന്നു നീ. ഒരു പാവത്തിന് ഞാൻ കൊന്നു. നീ എന്തിനാ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചത്? രാത്രി വിജനമായ സ്ഥലത്ത് ബൈക്ക് റേസ് നടത്തുന്നതായിരുന്നു എൻ്റെ ഹോബി. ഓവർ സ്പീഡിൽ പോകുമ്പോൾ CC ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്പർ മാറ്റി വെക്കാറുണ്ട്. ബാക്കിലെ നമ്പർ പ്ലേറ്റ് അയച്ചെടുത്ത് ഞാൻ ബാഗിൽ വെച്ചിരുന്നു. ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് വൈറ്റ് പേപ്പർ വെച്ച് ഞാൻ മറച്ചു. അന്ന് ബൈക്ക് റേസിന് വേണ്ടി തിരഞ്ഞെടുത്തത് 3-ാം വളവായിരുന്നു. എന്നെ ഇവിടുന്ന് കൊണ്ടുപോ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. My God. പിറ്റേന്ന് TV-യിലെ ന്യൂസ് കണ്ടപ്പോഴാണ് അയാൾ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞത്. അയാളുടെ ഗർഭിണിയായ ഭാര്യയും ആ പിഞ്ചു കുഞ്ഞും
ഞാൻ കാരണം മരിച്ചത്. ഞാനിപ്പോൾ സസ്പെൻഷനിലായിപ്പോയി, അല്ലെങ്കിൽ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്തേനെ. പക്ഷെ അത് കണ്ടില്ലെന്നറിയാനും എനിക്കാവില്ല. സാറ് പറഞ്ഞു എന്ത് ശിക്ഷ വേണമെങ്കിലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഒരുത്തം കൊന്നത് അവരെ മാത്രമല്ല, വേറെ 4 പേരെ കൂടിയാണ്. മൂന്നാം വളവിൽ അന്നത്തെ ചൊവ്വാഴ്ച രാത്രി നിൻ്റെ ബൈക്കടിച്ച് അയാൾ മരിച്ചതിന് ശേഷം പിന്നീട് പല ചൊവ്വാഴ്ചകളിൽ നിൻ്റെ അതേ ബൈക്കിൽ അതേ സമയത്ത് അതിലൂടെ യാത്ര ചെയ്ത 4 പേർ കൊല്ലപ്പെട്ടു. ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. സംതിങ് ഈസ് ഫിഷിങ്. അയാളുടെ ആത്മാവ് അവിടുന്ന് പോവില്ല, എനിക്കറിയാം. അതെനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, അവിടെ കൊല്ലപ്പെട്ട 4 പേരും നിൻ്റെ അതേ പ്രായമുള്ളവരാ. നിൻ്റെ അതേ കമ്പനി ബൈക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനർത്ഥമുണ്ട്, ആലോചിച്ച് കണ്ടുപിടിക്കുക. പിന്നെ ഇനി നീ ആ വഴിക്ക് പോകണ്ട. പിന്നെ പാതിരാത്രി ആകുമ്പോൾ നിൻ്റെ ഒരു കുത്തിക്കഴപ്പില്ലേ, ഓവർ സ്പീഡിൽ ബൈക്ക് ഓടിച്ച് ട്രെയിൻ ചെയ്യില്ലേ, അതിൻ്റെ പേരിൽ ഇതുവരെ പൊളിഞ്ഞത് 7 ജീവനാ. ഞാനെന്തായാലും മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ. എൻ്റെ കാര്യം അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി. പിന്നെ ഈ SI സൂരജനാ? ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. എന്താ സാറേ? ഒന്നുമില്ല. അങ്ങനെ മൂന്നാം വളവ് കേസിന് ഒരു പരിസമാപ്തി ആയിരിക്കുകയാണ്. അതെങ്ങനെ? എനിക്കറിയാം. ഇന്നത്തെ രാത്രി സൂരജ് മൂന്നാം വളവിൽ ചെല്ലും, സ്വയം ബലിയർപ്പിക്കുക. അപ്പൊ അവനെ തടയാനാവില്ലേ? ഇല്ല, അത് തടയാൻ കഴിയില്ല. ഞാനത് തടഞ്ഞാൽ ഇനിയും നിരപരാധികൾ കൊല ചെയ്യപ്പെടും. ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഇല്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ അതിന് കൂട്ടുനിൽക്കാണ്. ഒരു ജീവൻ ബലി കൊടുത്തുകൊണ്ട് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതോടെ തീരട്ടെ മൂന്നാം വളവിലെ മരണങ്ങൾ. മൂന്നാം വളവിലെ അവസാനത്തെ മരണവും സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഭയമില്ലാത്ത നാളുകൾ.